ലോക ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ റൗണ്ട് ഓഫ് 16 നിർണായകമായ പോരാട്ടത്തിന് ഇന്ന് രാത്രി 9:30 കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആഫ്രിക്കൻ വമ്പന്മാരായ ഈജിപ്താണ് അർജന്റീനയുടെ എതിരാളികൾ. വീറും വാശി നിറഞ്ഞ പോരാട്ടം കാണാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ ഈ മത്സരത്തിനൊരുങ്ങുന്ന അർജന്റീനയിൽ കാര്യമായ മാറ്റങ്ങൾ തന്നെയാണ് സ്കലോണി കൊണ്ടുവന്നിരിക്കുന്നത്. പൊസിഷനിലും താരങ്ങളിലും ഫസ്റ്റ് 11-ലുമെല്ലാം സ്കലോണി മാറ്റം വരുത്തിയിട്ടുണ്ട്. അർജന്റീനയുടെ യഥാർത്ഥ പ്രശ്നം സ്കലോണി കണ്ടുപിടിച്ചെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അർജന്റീൻ മാധ്യമപ്രവർത്തകന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു മത്സരത്തിൽ ടാക്ടിക്കലി ചേഞ്ച് വരുത്താൻ സ്കലോണി ആഗ്രഹിക്കുകയാണ്. കേപ്പ് വെർദെക്കെതിരായുള്ള മത്സരത്തിൽ അർജന്റീന വലിയൊരു പാഠം തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു വലിയ മുന്നറിയിപ്പാണ് അർജന്റീന അതിജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അർജന്റീന കൃത്യമായി കൊണ്ട് തന്നെയായിരിക്കും ഈജിപ്തിനെതിരെ കളിക്കാൻ ഇറങ്ങുക. അർജന്റീനയുടെ വലിയ പ്രശ്നം സ്കലോണി കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്കലോണിയുടെ ടാക്ടിക്സിലുള്ള പ്രധാന ഭാഗമാണ് പ്രസ്സിംഗ് എന്നുള്ളത്. എന്നാൽ അർജന്റീനയുടെ പ്രസ്സിംഗ് ഇപ്പോൾ പഴയ രൂപത്തിൽ വർക്കാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. കേപ്പ് വെർദെക്കെതിരായുള്ള പോരാട്ടത്തിൽ അത് നമ്മൾ കണ്ടതാണ്. കാരണം കേപ്പ് വെർദെക്കെതിരെയുള്ള അവരുടെ താരങ്ങളുടെ പക്കൽ പന്ത് ലഭിക്കുമ്പോഴുള്ള അർജന്റീനയുടെ പ്രസ്സിംഗ് സ്റ്റൈലിന് തന്നെ മാറ്റമുണ്ടായിരുന്നു. പഴയതുപോലെ അർജന്റീനയുടെ മധ്യനിരയിൽ നിന്നുള്ള ഹൈ പ്രസ്സിംഗ് വരുന്നില്ലെന്നതാണ് സ്കലോണിയും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ വേൾഡ് കപ്പിൽ ഓസ്ട്രിയക്കെതിരെ മാത്രമാണ് അർജന്റീന മെച്ചപ്പെട്ട പ്രസ്സിംഗ് നടത്തിയതെന്നാണ് റിപ്പോർട്ട്. അതും കഴിഞ്ഞ വർഷത്തേതോ അല്ലെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലുള്ള മികച്ച പ്രസ്സിംഗ് അർജന്റീനയ്ക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ പ്രസ്സിംഗ് നിലവാരത്തിനൊത്ത് മികച്ചതാക്കണം. ടീമുകൾക്കനുസരിച്ച് മാറ്റം വരുത്തണം. ആ പ്രസ്സിംഗ് പഴയതുപോലെ തന്നെ മികച്ച രൂപത്തിലാക്കാനാണ് സ്കലോണി ഒരുങ്ങുന്നത്. അതിന് ഫിസിക്കലി ഒരു മാറ്റം കൂടി വരുത്തിയിരിക്കുകയാണ് സ്കലോണി. അർജന്റീനയുടെ മധ്യനിരയിൽ വെച്ച് തന്നെയാണ് സ്കലോണി മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം സ്കലോണിയുടെ ഫസ്റ്റ് ചോയ്സ് അത് തിയാഗോ അൽമേഡയായിരുന്നു. എന്നാൽ അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ സ്കലോണി പ്രതീക്ഷിച്ചതുപോലുള്ള മത്സരം പുറത്തെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഈ പ്രസ്സിങ്ങിന് പറ്റിയ ഒരാളെയാണ് സ്കലോണി ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ പോകുന്നത്. അതെ, ലിയാൻഡ്രോ പരഡസിനെ. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായ അദ്ദേഹത്തിന് എതിർ ടീമിലെ താരങ്ങളുടെ പ്രസ് ചെയ്യുന്നതിൽ വലിയ കഴിവ് തന്നെയുണ്ട്. അദ്ദേഹവും റോഡ്രിഗോ ഡിപ്പോളും മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസുമായിരിക്കും അർജന്റീനയുടെ മധ്യനിരയിൽ ഇനി ഇറങ്ങാൻ പോകുന്നത്. എതിർ ടീമിന്റെ മധ്യനിരയുടെ താളം മുഴുവൻ തെറ്റിക്കുന്നതായിരിക്കും അർജന്റീനയുടെ ഹൈ പ്രസ്സിംഗ് എന്നുള്ളതെന്ന് നമ്മൾ പലതവണ കണ്ടതാണ്. നമ്മൾ മിസ് ചെയ്തത് ഈ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആ വലിയ പ്രസ്സിംഗ് തന്നെയാണ്. അത് ഈജിപ്തിനെതിരായുള്ള മത്സരത്തിൽ തിരികെ കൊണ്ടുവരാനാണ് സ്കലോണി ശ്രമിക്കുന്നത്. അതിനുള്ള പരിശീലന സെക്ഷനുകൾ വരെ സ്കലോണി ആരംഭിച്ചതായാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ കാത്തിരുന്നത് പോലെ ഒരു മനോഹര മത്സരം തന്നെയായിരിക്കും ഈജിപ്തിനെതിരെ അർജന്റീന കാഴ്ചവെക്കാൻ പോകുക. കേപ്പ് വെർദെക്കെതിരെ കളിച്ചപ്പോൾ സംഭവിച്ച തെറ്റ് ഈജിപ്തിനെതിരെ ഒരിക്കലും സംഭവിക്കില്ലെന്നാണ് സ്കലോണി പറയുന്നത്. ഏതായാലും നിർണായകമായ മത്സരത്തിൽ എങ്ങനെയായിരിക്കും കളിയെന്ന് കാത്തിരുന്നു തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.